നോക്കൂ, ഇവിടെ നമ്മുടെ നിരീക്ഷകരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ഒക്കെ UDF അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ UDFൻ്റെ മണ്ഡലങ്ങൾ UDF ജയിച്ചു എന്നായിരുന്നു ആദ്യം CPM പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നിലമ്പൂർ തിരിച്ചു പിടിച്ചപ്പോൾ അവർക്കതിന് മറുപടി ഉണ്ടായില്ല. മാത്രമല്ല, ചേലക്കരയിലെ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം 12,000 കുറച്ചപ്പോൾ അവർക്കതിന് ഉത്തരവുണ്ടായില്ല. അപ്പോൾ ആ ട്രെൻഡ് അന്ന് മുതലേ ഉള്ളതാണ്. അത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF ആ ജനവികാരം ഒന്ന് ഏകോപിപ്പിച്ചു. ഈ പൊതുജനം എന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് മുഖമൊന്നുമില്ലല്ലോ. അവർക്ക് അഭിപ്രായം പറയാൻ വേദികളുമില്ല, അവർക്ക് മുഖവുമില്ല. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അവരുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ് UDFനുണ്ടായ നേട്ടം. അത് UDFൻ്റെ ഒരു UDF എന്ന രീതിയിൽ എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നിലപാടുകൾ നമ്മൾ പറയുന്നില്ലേ, രാഷ്ട്രീയമായ നിലപാടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ ബന്ധങ്ങളുടെ നിലപാട് മാറ്റിയപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തരത്തിലുള്ള മാറ്റത്തിനും നിൽക്കാതെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ജനങ്ങളിലുണ്ട്, അത് ഏകോപിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് UDF അധികാരത്തിലെത്തുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വലിയ മാറ്റം വരാനൊന്നും സാധ്യതയില്ല. നല്ലൊരു തരംഗം തന്നെ ഹാഷ്മി കേരളത്തിലുണ്ട്. ആ തരംഗം എന്താണെന്നുള്ളത് നമുക്ക് 4-ാം തീയതി തന്നെ കാണാം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊരു തരംഗം ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. 6 കോർപ്പറേഷനിലെ 4 എണ്ണം ഇപ്പോൾ UDFൻ്റെ കയ്യിലല്ലേ. ഒരെണ്ണം BJP കൊണ്ടുപോയി, ഒരെണ്ണം CPM കഷ്ടിച്ച് ഭരിക്കുന്നു. ഇതല്ല അവസ്ഥ. അതുപോലെ മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു വലിയ തരംഗം ഇപ്പോഴും ഇവിടെ നിലനിൽക്കണം. ആ തരംഗം മാറ്റാനുള്ള ഒരു കാര്യവും LDFൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിനെ വെല്ലാവുന്ന ഒരു 5 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി UDF മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ മറികടക്കാവുന്ന ഒരു ഗ്യാരണ്ടി അവർക്കുണ്ടായിട്ടില്ല.